അപ്പോൾ ഗായ്സ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതായിട്ട് വറുത്തിട്ട് എടുക്കേണ്ടത്. ഇതേപോലെ ഉണ്ട് കറക്റ്റ് ഇങ്ങനെ കിട്ടണം. നല്ല സോസി ടെക്സ്ചർ കിട്ടി നമ്മുടെ ഗ്രേവിക്ക്. അതെ ടേസ്റ്റ് ഉണ്ടോ എന്നാലും സോസ് അടിപൊളി ആയിരുന്നില്ലേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആണ്. നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യാൻ പോകണം. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നൂഡിൽസിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു സ്പെഷ്യൽ നൂഡിൽസ് ആണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നൂഡിൽസിന്റെ പേരെന്തായാലും അമേരിക്കൻ ചോപ്സി. യെസ്, അമേരിക്കൻ ചോപ്സി നൂഡിൽസ് ആണ് ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്ത് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പ്രത്യേകം എടുത്തു പറയുന്നത്. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ ചലഞ്ച് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ചലഞ്ച് പോലെയല്ല, കുക്ക് ചെയ്യണത് ഒരുമിച്ചാണ് ചെയ്യാൻ പോണത്. എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈറ്റിംഗ് ചാലഞ്ച് വെക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാലോ. അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഇവിടെ വെച്ചിക്കണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്. അതെ, ഇതൊക്കെ അമ്മയായിട്ട് അരിഞ്ഞു വെച്ചാൽ ഞങ്ങൾ അരിയാൻ നിന്ന് വീഡിയോ എടുക്കൽ ഉണ്ടാവില്ല. അത് ഭംഗിയിൽ അരിഞ്ഞിരിക്കണേ. പിന്നെ ഇത് എന്നിട്ടായിരുന്നു ബീൻസ് ആണ്. പിന്നെ ഇത് ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, പിന്നെ ക്യാരറ്റ് അരിഞ്ഞിട്ട്, ക്യാബേജ്, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ കോൺഫ്ലവർ പൗഡർ, ഇതിൽ ഉപ്പ്, ഇതെല്ലാം അങ്ങനെ. പിന്നെ സോസ് ഒക്കെ കുറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ സോയ സോസ് ഉണ്ട്, ചില്ലി സോസ് ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, പിന്നെ സാധാ സോസ് ഉണ്ട്, ഓയിൽ, അങ്ങനെ അങ്ങനെ. അതെ, പലതരം സോസുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നൂഡിൽസ് ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത നൂഡിൽസ് ആണ്. അപ്പൊ ഇനി അതിന്റെ പരിപാടി ബോയിൽ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇനി ഇത് ഫ്രൈയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ആദ്യം നൂഡിൽസ് ഫ്രൈ ചെയ്യാനാണ് പോണേ. അപ്പൊ ഇതിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ട് നമുക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്യണം ബോയിൽ ചെയ്ത നൂഡിൽസിന്റെ കൂടെ. ഇതിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോ ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ ചെയ്യിക്കണം. അപ്പോൾ ആ പാനൊന്ന് ഓൺ ചെയ്ത് നമുക്ക് ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. എത്ര ഓയിൽ മതിയോ? ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഓയിൽ ഒഴിച്ചില്ല. എത്ര ഓയിൽ മതിയാ? അത്ര മതി, കുറച്ച് മതി. അല്ലല്ല, കുറച്ചും കൂടി നല്ല എണ്ണയാവൂലേ? അയ്യോ, ഇത്രയൊന്നും വേണ്ട. നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യണ്ട നൂഡിൽസിനെ. ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി. ഞാൻ അവനോട് ആദ്യം പറഞ്ഞത് അപ്പം പോലെ നിക്ക്, അവനെ ആദ്യം പറഞ്ഞത് ജസ്റ്റ് ഇട്ടിട്ട് അത് കുറച്ച് സെറ്റ് ആകുമ്പോ അപ്പം പോലെയുള്ള തിരിച്ചിടാ വേണ്ടിയത്. അപ്പൊ ആദ്യം കൊണ്ടിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അവസാനം അമ്മ ഒന്ന് കുറച്ച് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് കുറച്ച് കുക്കായിട്ട് കാണാം. ഒരു ബ്രൗൺ കളർ വരെ ഇതാക്കണം. അപ്പൊ അത് കുറച്ച് കുക്കായിട്ട് കാണാം അല്ലേ? നിങ്ങളും അങ്ങനെ ചെയ്യുമ്പോ ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യം പോയിട്ട് ഇളക്കാൻ പാടില്ല. സാധാരണ നമ്മൾ ചെയ്യുമ്പോ ഇളക്കണ പോലെ പാടില്ല. അതെ, അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചു നേരം വെക്കുക. കരിയാനും നിൽക്കാൻ പാടില്ല. കുറച്ച് ഇതാക്കിയിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ഓംപ്ലേറ്റ് ഒക്കെ പോലെ ഇങ്ങനെ ഇതായിട്ട് കിട്ടും. അപ്പൊ ഗായ്സ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതായിട്ട് വറുത്തിട്ട് എടുക്കേണ്ടത്. ഇതേപോലെ ഉണ്ട് കറക്റ്റ് ഇങ്ങനെ കിട്ടണം. ചെറിയ അപ്പൊ ഇത് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ സോസ് ഉണ്ടാക്കാല്ലേ. ഇതിന്റെ സോസ് ഉണ്ടാക്കാം. ഇതിപ്പോ കുറവ് പോലെ തോന്നുന്നു. ഇപ്പൊ ഞങ്ങൾ ഡെമോ പോലെ നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി ചെയ്തതാണ്. ഇനിയും കുറെ ഇതിപ്പോ ഇത്രയും ബാക്കിയുണ്ട്. ഇനി ഇതേപോലെ ചെയ്യണ്ട് ഞങ്ങൾ. അതിപ്പോ കാണിച്ച വീഡിയോ ലോങ് ആവും. അത് കാരണം ഇത് മാത്രം ഇനി ഇതിന്റെ സോസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇനി അപ്പൊ നൂഡിൽസിനുള്ള അടുത്ത സോസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണം. ഇനി അത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കി. അപ്പൊ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കണം ഞങ്ങള്. എല്ലാത്തിനും ബേസ് ആയിട്ട് കുറച്ച് ഓയിൽ മതി. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആ മൊത്തം ഇടാല്ലേ? പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക് ഇത് മൂന്നും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വാട്ടണം കേട്ടോ. അത് വാട്ടല്ല വേണ്ട. എന്തോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ബീൻസ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം ഇടാല്ലേ?
ഇതിപ്പോൾ ഞങ്ങൾ ഓവറായിട്ടല്ല കേട്ടോ, കാരണം അവിടെ കുറേ 1 കിലോളം നൂഡിൽസ് ഞങ്ങൾ കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പൊ അതിന് മൊത്തത്തിക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ 1 കിലോ നൂഡിൽസിൻ്റെ അളവ് നോക്കിയിട്ടാണ് അപ്പോൾ ഈ ഇത്രയും ഐറ്റംസ് ഇടണേ. അത് ഒരു 3/4 ഇട്ടാൽ മതി, അല്ല 1/2 ഇട്ടാൽ മതി, 1/2. ഇതിപ്പോൾ ക്യാപ്സിക്കം മതി മതി മതി, നീളനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്താലും മതി. ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഇത് മൊത്തം ഇടാല്ലേ? അതൊരു 3/4 ഇട്ടോ. ഇതാവണ്ടേ ഇത് മൊത്തം കൂടി ഓർക്കണം. ഞങ്ങളിത് 1 കിലോ നൂഡിൽസിന് അളവിന് പ്രകാരമാണ് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണേ. സ്പ്രിംഗ് ഓണിയൻ പകുതി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇതില് ഡെക്കറേറ്റ് ചെയ്യാനും കൂടി പകുതി ഇട്ട് മതി. ഇത് സ്പ്രിംഗ് ഓണിയൻ മതി മതി മതി. ലാസ്റ്റ് ഇനി ഡെക്കറേഷൻ കൂടി വേണ്ട. പിന്നെ കാബേജ് ഇത് പകുതി ഇട്ട് കൊടുത്താൽ മതിയോ? പകുതി മതിയോ? മതി മതി. നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വേണം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് ആദ്യം കുറച്ച് കുരുമുളക് കുറച്ച് ആഡ് ചെയ്തോടാ, നമുക്ക് നോക്കി നോക്കി ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മതി. കുറച്ച് ചില്ലി സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണ്ട. മുളക് പൊടി കുറച്ച് മതി മതി മതി. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കുരുമുളകിൻ്റെ ആണോ? ശ്വാസകോശം. കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. കൊടുക്കാം കേട്ടോ നമുക്ക്. ആ ഒരു പകുതി കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ സോസ് ഇതിന്റെ മെയിൻ സോസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ നക്കി സോസ് അത് അത്യാവശ്യം കുറെ ഒഴിക്കണം. നമ്മളിങ്ങനെ എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട്. വെള്ളം ഒഴിക്കാം. ഫുൾ സോസായി ഇനി വെള്ളം ഒഴിച്ചാൽ അതിന്റെ സെറ്റ് ആക്കിക്കോ നീ. ഇനി വെള്ളം ഒഴിക്കണേ, ഇതൊരു ഗ്രേവി രൂപത്തിലേക്ക് മാറ്റണേ. പൊട്ടിയിറക്കിയോ? അത്യാവശ്യം കുറെ വെള്ളം ഒഴിക്കണുണ്ടോ? ഇത് നന്നായിട്ട് ചൂടാക്കാം. അപ്പോഴേക്കും നീ മറ്റേ സെറ്റ് ആക്കിക്കോ. ഇപ്പുറത്തേക്ക് കിടക്കുന്നിട്ട് അത് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പേസ്റ്റ് രൂപമാക്കാം. ജസ്റ്റ് ആ ഒരു കറിക്കൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി കൂടെ ഇരിക്കും കേട്ടോ. വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. സൂപ്പ് പോലെയുണ്ട്, നല്ല സൂപ്പ് പോലെയുണ്ട്. ഈ കോൺഫ്ലവർ വെള്ളം കൊണ്ട് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി സോസ് ഒഴിച്ചു കൊടുത്താലോ? അതിലില്ലേ ഇതിൽ തൊഴിക്കുക കുറച്ച്, അത് കുറച്ച് മതി മതി. നേരത്തെ പൊടി കുറച്ച് സോയ സോസും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. കുറച്ച് നോക്കിയിട്ട് വയ്ക്കിട്ടോ. കൂടെ ഇരിക്കുമോ? കുറച്ചുകൊണ്ട് തുള്ളിയും കൂടെ വെച്ചോ. തുള്ളിയും കൂടെ വെച്ച് കൊടുത്തോ. റൈറ്റില്ലേ? അങ്ങനെ ഇതാക്കിയിട്ട് എടുത്തോ. കുറേ ആവണ്ട. സോയ സോസ് ഒഴിക്കുക. പിന്നെ ഇതാ ഇത് എന്താണ്? പച്ച ചില്ലിയാ? എന്നിട്ട് ചില്ലി സോസ്. ചില്ലി സോസ് കുറച്ച് നോക്കിയിട്ട് വേടി കേട്ടോ. കുറച്ച് ഇത് മതി. ഞാൻ അടുത്തത് മറ്റേ ബെല്ലാണ്ട് ഒരു കൂട്ടം ഞാൻ നോക്കുന്നില്ല. റെഡ് ചില്ലി സോസ്. ഇത് ഗ്രീൻ ചില്ലി, ഇത് റെഡ് ചില്ലി. അത് കുറച്ച് ഇതാക്കിയാൽ മതി. എരിവ് ഭയങ്കര കൂടണ്ട. കുറച്ച് നോക്കിയിട്ട് ഒഴിക്കുക. ഇത് എത്ര നാളെ ഇങ്ങനെ ഇളക്കണം? ചൂടായി കൈയിട്ട് നോക്കി. ഇപ്പോഴൊരു ഗ്രേവി ടെക്സ്ചർ വന്നു. എനിക്ക് സൂപ്പ് പോലെ വന്നണേ.
ടേസ്റ്റ് ഉണ്ടാ? ഉപ്പുണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് ബാക്കി സാധനങ്ങളൊക്കെ പക്കയാണ്. ഉപ്പ് ആഡ് ഉപ്പ് ഉപ്പ് ലേശം കുറവുണ്ട്. കുറച്ച് ആഡ് ചെയ്തോ? ആ ആയിക്കോളും. ടേസ്റ്റ് ഉണ്ട്. ഇത് മുക്കാലടാ ഫുള്ള. ഇത്തിരി ഫ്ലെയിം കൂട്ടിക്കോ. കുറച്ചുകൂടി ഉപയോഗിക്കാം. ഇത് ഗ്രേവി ഇത്തിരി സൂപ്പ് പോലെയാണ്. ഇത് വീണ്ടും ഇതേപോലെ ചൂടാക്കണ്ട? ചൂടാക്കണം. നല്ല പണിയുണ്ട്. ഇനി എന്തിനാ വിചാരിച്ച കുക്കിങ് ഇടയ്ക്കല്ലേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇത്തിരി ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കട്ടെ. ആരെയും പറയണേ. നീ ഇതാക്കി കൊടുക്ക് കേട്ടോ. ഞാൻ ഈ ചൂടായി നോക്കി കണ്ട പുക പോണുണ്ടോ? എടുത്തോ. ഇത്ര മതിയോ? മതിയോ? സോസ് തന്നെയാണോ? സോസ് കുറച്ചും കൂടി ആഡ് ചെയ്തോ. സോസ് കുറച്ചുകൂടി റെഡ് കളറായിട്ട് കിട്ടണം. അതിനുവേണ്ടി സോസ് കുറച്ചുകൂടി ആഡ് ചെയ്യുന്നത്. ഇപ്പൊ മൊത്തം സോസ് ഇരിക്കായ മെയിനായിട്ട് ഇതിന് സോസ് നന്നായിട്ട് വേണം. ഇത് മൊത്തം ഇതാക്കിയാൽ മൊത്തം ഇടാൻ എന്തായാലും മൊത്തം സ്പൂൺ ഉണ്ടാക്കും. സോസ് പിന്നെ എത്ര കൂടിയാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് അല്ലേ? അതന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. സൂപ്പ് പോലെ അല്ലേ? വെജിറ്റബിൾ സൂപ്പ്. കുറച്ചാക്കിയ ചൂട് ചൂട് നോക്കിട്ട് എന്തായി? എന്താണ് തോന്നുന്നേ? ഉപ്പ് ഉപ്പ് സെറ്റായി. അപ്പൊ വെള്ളം നേരത്തെ ആഡ് ചെയ്തില്ലേ? അപ്പൊ ഉപ്പ് പറഞ്ഞുണ്ടോ? കുറച്ചും കൂടി സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ലൂസും ആവണ്ട, ഭയങ്കര തിക്കും ആവണ്ട, ഒരു മീഡിയം ഇതില്. പഞ്ചസാര ആഡ് ചെയ്യണോ? സോറി ഗൈസ്, പഞ്ചസാര എടുത്തോണ്ടിരാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് 1/2 ടീസ്പൂൺ കുറച്ചും കൂടി എടുത്തോ. കുറച്ചും കൂടി അപ്പൊ എന്നിട്ട് ഇപ്പൊ ആഡ് ചെയ്ത് കൊടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മധുരം പോലെ അങ്ങനെ കിട്ടാനാട്ടോ. ഉപ്പ് ചൂടാ. ഓക്കെയാണോ? വെജിറ്റബിൾ സൂപ്പ് പോലെ ശരിയാട്ടോ. വെജിറ്റബിൾ സൂപ്പ് പോലെ ഉണ്ട്. അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തിന്നാട്ടോ. ഓഫ് ചെയ്യാം. ഇത്ര മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതാക്കിയിട്ട് നിർത്താം. ഓക്കെ അല്ലേ? നിർത്താം. നല്ല സോസി ടെക്സ്ചർ കിട്ടി നമ്മുടെ ഗ്രേവിക്ക്. സെറ്റ് ചെയ്തിട്ടാ. ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾ സൂപ്പ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇത് വെച്ചിട്ട് ബുൾസൈ ഉണ്ടാക്കണം. ഇതിലേക്ക് ലാസ്റ്റ് ബുൾസൈ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടുണ്ട്. ഇവന്റെ ഭംഗിയിലുണ്ട്. നിന്റെ നല്ല ഭംഗി ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ബുൾസൈ. നിന്റെ എന്നിട്ട് ഷേപ്പില്ലാണ്ട് ഇങ്ങനെ നേടിയിരിക്കുന്ന ബുൾസൈ. സെറ്റ് ചെയ്താലോ? സെറ്റ് ചെയ്തെടുക്കാം. ഈ സംഭവം സോസൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതെ, ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്നിട്ട് നമുക്ക് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാൻ, ഈ സംഭവം വറുത്തെടുക്കാനാണ് ഇതിൽ ഏറ്റവും പണി. ഇത് വറുത്തെടുക്കാൻ ഭയങ്കര ക്ഷമ വേണം. എനിക്ക് പ്രാന്തി പിടിച്ച സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ. മാത്രം ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഈ സാധനം സെറ്റ് ചെയ്യാനാണ് ഏറ്റവും ടൈം എടുക്കണേ. അപ്പൊ ഇനി ഇത് ഒഴിക്കല്ലേ? ഗ്രേവി എടുത്തിട്ട് എല്ലായിടത്തേക്കും അതെ ടേസ്റ്റ് ഉണ്ടോ? എന്തായാലും സോസ് അടിപൊളിയായിരുന്നില്ലേ? എന്തിലേക്ക് ചോദിച്ചു? ഇപ്പൊ പോയാലേ ശരിയാ. എന്തായാലും എടുക്ക്, തീർക്കണത് അതാണ് ചലഞ്ച്. ശരിക്കും ടോപ്പിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി അങ്ങനെയല്ല ഇവിടെ വെച്ച് കൊടുക്കണ്ടോ? വെച്ച് കൊടുക്കും. നടുക്കില് വെക്കണ്ടോ? ഇങ്ങനെയാണ്. ഇതാണ് കറക്റ്റ്. ഇത് നമ്മുടെ ഗ്രേവിക്ക് ഇത്തിരി കളറ് കുറവുണ്ട് തോന്നുന്നില്ലേ?
അപ്പൊ അതാണ് ഫൈനൽ ലുക്ക്. ഇതാണ് ഞങ്ങൾ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോണത്. അതെ, ഇത് മൊത്തം പോവും. അതാണ് ഈറ്റിംഗ് ചലഞ്ച്. ഏറ്റവും ഫസ്റ്റ് ആരാ തീർക്കണെന്ന് വെച്ചാൽ അവര് ജയിക്കണം ഈ കോമ്പറ്റീഷനിൽ. അപ്പൊ നമ്മള് ഈറ്റിംഗ് ചലഞ്ച് തുടങ്ങാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നൊരു പുതിയ ഗസ്റ്റിനെയും കൂടി നടുക്കിൽ കാണാം. അതെ, സ്പെഷ്യൽ ഗസ്റ്റ്. ഇത് ഞങ്ങളുടെ മാവന്റെ മോനാണ് ട്ടാ. അവനെയും കൂടി ചാലഞ്ചിനുണ്ട്. അതെ, ഏറ്റവും ഫസ്റ്റ് ആരാ ഇപ്പൊ ഒരു ടൈം ഇവൻ എന്റെ സ്ഥിരം യൂട്യൂബ് കാണാറില്ല, ഇരുന്ന് കാണും. ഇവനാണ് എന്റെ വീഡിയോസ് കാണാറ്. അല്ലാരാ മാളുന്റെ വീഡിയോസ് കാണാറുണ്ടാ? അപ്പൊ നമ്മൾ 5 മിനിറ്റ് ടൈം വെക്കുന്നുണ്ട്. അപ്പൊ 5 മിനിറ്റിൽ ആരാണ് ഇതില് ഏറ്റവും കൂടുതൽ കഴിഞ്ഞാൽ അവരായിരിക്കും ഇതിലെ വിന്നർ. 5 മിനിറ്റ് ടൈം നോക്കാം. ഞാൻ വരും നോക്കാം 5 മിനിറ്റ് ആയോ ഇല്ലയോ. മിക്കതും തന്നെ ജയിക്കാന്ന് വെച്ചാൽ 3 പേർക്ക് നൂഡിൽസ് ഇഷ്ടമാണ്. എന്നാ പോലും കൂടുതൽ കഴിക്കേണ്ട ഇഷ്ടം പോലെ ഉണ്ട്. എത്രത്തോളം അറിയില്ല, ഇത്രയൊന്നും കഴിക്കാറില്ല. എന്നാലും നമ്മള് ചലഞ്ച് ആയ കാരണം ഇത്ര എടുക്കാണല്ലേ. നല്ല ടഫ് കോമ്പറ്റീഷൻ വരാൻ ഫസ്റ്റ് അല്ലാരാ ആരാ ഫസ്റ്റ് ട്ടാ. ഞാൻ സ്റ്റാർട്ട് പറയാണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞ അപ്പൊ തുടങ്ങിയോളൂട്ടാ. വേഗം തുടങ്ങിയോളൂട്ടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. ആ ടൈം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? കിട്ടുന്നുണ്ടോ? അതെ, എനിക്ക് കിട്ടില്ല. ഞാനെടുത്ത് കഴിക്കാരോ? എന്റെ തൊണ്ട കുടുങ്ങി ചത്തു പോകുമല്ലോ. അയ്യോ, കിട്ടണില്ലല്ലോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അതെ, ഇത് 2-3 മണിക്കൂർ വെച്ച് തുടങ്ങിയ പരിപാടിയാണ്. നല്ല വിശപ്പുണ്ട്. എനിക്ക് കിട്ടണില്ല ചേട്ടാ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തേ. എനിക്കും കിട്ടണില്ല. ഇതൊന്നും വേണ്ടതാ. കൈകൊണ്ട് കഴിക്കാൻ പോവാ. ഇതൊക്കെ ഷോ മാത്രമല്ലോ കേട്ടാ. കിട്ടണില്ല. ഹരണം കഴിയണ്ട ചോദിച്ചാ. ഇപ്പഴേ പകുതി കൈ പിടിച്ചിരിക്കും. ചീറ്റിങ് കളി തോപ്പിക്കാം. ലാസ്റ്റിലാക്കാം. അയ്യേ, അതിന്റെ മുമ്പിൽ തോറ്റാ നിങ്ങക്ക് നാണക്കാൻ കേട്ടാ മാറുക. എന്താ പറയണത്? വിശപ്പുണ്ട്. നടിക്കലൊന്നുമില്ല. ഇത് ഞാൻ ഇടല്ല. അപ്പൊ വെയിറ്റ് ചെയ്യും നിങ്ങള്. ടൈമർ സാധനം ഉണ്ട്. അതാരും കാത്തിക്കില്ല. തൊണ്ട കുടുങ്ങി ചത്തുപോയാലേ പ്രശ്നം. 2.5 മിനിറ്റ് ഞാൻ ജയിക്കണേ. കഥ പറയൂ. നല്ല ടേസ്റ്റ് ആണ്. നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ. ഭയങ്കര എനിക്ക് കേസിനും കൂടുതൽ ഭയങ്കര കഷ്ടപ്പെട്ടത് ഉണ്ടാക്കാനാ. കാണുമ്പോ സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീ എന്നെ ഇവിടെ സ്ലോ ആക്കാൻ നോക്കല. നീ നൈസിന് കുറവാണ് അടുത്ത. ഞാൻ തിന്നോറി പകുതി വയറ്റിരിപ്പുണ്ട്. അവിടേക്ക്
വേഗം കഴിക്ക് അര തോക്കിട്ടോ അവരോട് സംസാരിക്ക്. ഒരു മിനിറ്റ് കൂടി നോക്കാം. നിന്റെ അത്ര കുറവായിരുന്നു 40 കഴിക്കുമ്പോ കൈ പിടിച്ചത് സംസാരിക്കാൻ പറ്റുന്നില്ല. കള്ളക്കളിയാ എന്റെ സപ്പോർട്ടാണ്. കപ്പുണ്ട് കള്ളക്കളി കിക്കിലായിരുന്നു. അയ്യോ ജയിച്ചു കഴിഞ്ഞു ടൈമർ കഴിഞ്ഞു. തോറ്റുട്ടാ നീ തോറ്റു. ഇങ്ങനെ കിക്കിളിയൊക്കെ നടന്നു നീ തോറ്റു. അശ്ശേ മാളു ചേച്ചി വരെ ജയിച്ചു. ഇറങ്ങണില്ലേ അല്ലേ? ഞാൻ ജയിച്ചു. നോക്കിക്കോ ഞാൻ ജയിച്ചു. നിന്റെ കാണിച്ച ഇത് ഹരൻ തൊട്ടിട്ടില്ല ഒന്നും. ഹരൻ ഔട്ടിട്ടാ. എന്റെ മുക്കാല് ദൈവളും ഔട്ട്. ഞങ്ങളത് പകുതി പോലും ഇപ്പോഴും ബാക്കിയുണ്ട്. എന്റേത് പകുതി തന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. നീ വിന്നറിന്റെ പ്ലേറ്റ് കാട്ടിത്തരാം. എന്നിട്ടും കണ്ട കൊറേ ബാക്കിയുണ്ട്. ഓഹ് തീരുന്നില്ല ഗൈസ്. എനിക്ക് ഇപ്പഴേ വയറുന്നു. തിന്നാൻ പറ്റും തോന്നുന്നില്ല. ഹരന്റെ വെള്ളം കൊടുക്കും. അപ്പൊ ഇല ജയിച്ചത് ഞാൻ. ജയിച്ച ആളുണ്ട് ഇവിടെ. ഹര ആരെയില് ജയിച്ചേ? മാലോ സഞ്ജു? സഞ്ജു ചേട്ടൻ. ആരെയില് ജയിച്ചാരാ? സഞ്ജു ചേട്ടൻ. പറയ്. സഞ്ജു ചേട്ടൻ. അവൻ തിന്നാണ് കോൺസെൻട്രേറ്റ് ചെയ്യാ. സഞ്ജു അല്ലേ? സഞ്ജു ചേട്ടൻ. സഞ്ജേട്ടനാ ജയിച്ചത്. അപ്പൊ നീ സാലറി തോറ്റു. നീ ഒന്നിനും എന്റെ അത്ര മുട്ടാറായിട്ടില്ല. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്. ടാറ്റ.